ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഈ സദ്യയുടെ രുചികളിൽ ഒരു മധുരമുള്ള ഓർമ്മയാണല്ലോ മധുരപ്പച്ചടി. പൈനാപ്പിളും മത്തങ്ങയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന മധുരപ്പച്ചടി. അപ്പം ഈ മധുരപ്പച്ചടി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇതിനായിട്ട് പൈനാപ്പിള്, മത്തങ്ങ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി ഒന്ന് എടുക്കണേ. ഇപ്പം ഈ പച്ചടിക്ക് നുറുക്കുമ്പോൾ കഷ്ണങ്ങൾ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുക്കാറ്. അത് മത്തങ്ങ അതെ, അതുപോലെ തന്നെ പൈനാപ്പിളും അതെ, ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നുറുക്കിയെടുക്കണം. ഇനി അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇടാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കുറച്ച് ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അത് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പം ഇത് വെന്ത് അങ്ങോട്ട് റെഡിയായിട്ട് വരുമ്പോഴേക്കും ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മുറി നാളികേരത്തിലേക്ക് പച്ചമുളക് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് മധുരക്കറി ആയതുകൊണ്ട് അധികം എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം 3 പച്ചമുളക് എടുക്കാം. പിന്നെ മെയിനായിട്ട് കടുകാണ് ആവശ്യമുള്ളത്. അപ്പോൾ 1.5 ടീസ്പൂൺ കടുകും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് തൈര് വേണം. കുറച്ച് പുളിയില്ലാത്ത തൈരും ഇതേപോലെ അടിച്ചെടുക്കണേ. ഈ കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നു കഴിഞ്ഞിട്ട് മാത്രം അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കഷ്ണങ്ങൾ വീണ്ടും കല്ലിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൈര് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി അത് കുറുകി അങ്ങോട്ട് വരുമ്പോഴേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരക്കറി ആയതുകൊണ്ട് പഞ്ചസാര കുറച്ചിട്ടാലാണ്, പൈനാപ്പിളിൻ്റെ മധുരം ഉണ്ടെങ്കിലും കുറച്ച് പഞ്ചസാര ചേർക്കണം. ഇനി പഞ്ചസാര കൂടി ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇടണം. നല്ല കറുത്ത മധുരമുള്ള മുന്തിരി ചേർത്ത് കൊടുക്കണേ. എൻ്റെ കയ്യിൽ മുന്തിരി പച്ച മുന്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്ക മുന്തിരിയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് അടുപ്പത്തുനിന്ന് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മധുരപ്പച്ചടി ഇവിടെ റെഡിയാവുകയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം തയ്യാറാക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കിക്കും.